Hello everyone, welcome to Mahima's cooking class. ഞാൻ മഹിമ സൈമൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചട്നി പൊടിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ചട്നി പൊടി. അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് മുളകായി പൊടി, ചിലയിടത്ത് ഗൺ പൗഡർ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ആ ചട്നി പൗഡറാണ് നമ്മളിത് കാണുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇപ്പോൾ ചട്നി പൗഡർ പല തരത്തിലുണ്ടാക്കും. ചിലയിടത്ത് ചട്നി പൗഡറിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇവിടെ ഉഴുന്നാണ് ഉപയോഗിക്കുന്നത്. ചിലയിടത്ത് ഇതിൻ്റെ കൂടെ സെസമേ, എള്ള് ചേർക്കും, ചിലവർ മല്ലി ചേർക്കും. അങ്ങനെ പല തരത്തിൽ ഉണ്ടാക്കും ഇത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയാണ്. ഞാൻ പല രീതി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇവിടെ പാൻ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന്. ഇത് സ്പ്ലിറ്റായിട്ടുള്ള ബ്ലാക്ക് ഗ്രാമും ചേർക്കാം. ഉഴുന്ന് ബ്ലാക്ക് ഇതോടുള്ള തൊണ്ടോടുകൂടുള്ളതുണ്ടല്ലോ, അതും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കളറിൽ ഒരു വ്യത്യാസം വരും ചട്നി ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ ബൈറ്റ് എടുത്ത് നോക്കിയാൽ നന്നായിട്ട് പൊടിയണം, നല്ല ക്രിസ്പി ആവണം. അതുവരെ മൂപ്പിക്കുക. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുകയും വേണം. അതുവരെ മൂപ്പിച്ചെടുക്കുക. ഇത് റോസ്റ്റഡായി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറിയൊരു ബ്രൗൺ കളറായി. ഈ സെയിം പാനിലേക്ക് നമുക്ക് അടുത്തത് കടലപ്പരിപ്പ്, പൊട്ടുകടലയല്ല, കടലപ്പരിപ്പ്. അത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് 1/8 കപ്പാണ്. ഉഴുന്ന് നമ്മൾ 1/2 കപ്പ് എടുത്തു. ഇത് 1/8, 1/4 കപ്പിൻ്റെ പകുതി. ഇതും ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്യണം. കടലപ്പരിപ്പും റെഡിയായി, ഗോൾഡൻ ബ്രൗൺ കളറായി. ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. 1 ടീസ്പൂൺ ഓയിൽ. ഇതിലേക്ക് കായം, വളരെ ചെറിയൊരു കഷ്ണം കായം ആദ്യം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മാറ്റാം. ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് അടുത്ത് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യണം. ഇവിടെ എടുത്തേക്കുന്ന കാശ്മീരി ചില്ലി 10 എണ്ണം. ഗാർലിക്, ഇത് മെജോറിറ്റി ആൾക്കാർ നമ്മൾ യൂഷ്വലി ഗാർലിക് ഇടാറില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഗാർലിക് ഇട്ട് ചട്നി ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ അത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഗാർലിക് ചേർക്കാൻ തുടങ്ങി. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിടാം, അല്ല ഇതേപോലെ തൊലിയോടുകൂടെ ഇടുക. ഔട്ടർ സ്കിൻ കളഞ്ഞതാണ്. സ്കിന്നോടുകൂടെ നമ്മളൊരു 5 എണ്ണം എടുത്തു. 4 or 5 ഗാർലിക് ചേർക്കാം. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഡ്രൈ റോസ്റ്റഡ് ആവണം. നമ്മൾ എണ്ണ ഉപയോഗിച്ചത് നല്ലെണ്ണയാണ്, ജിഞ്ചിലി ഓയിൽ. ഇതിൻ്റെ ഒരു 1/4 പരുവായി കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് നന്നായിട്ട് കറി ലീവ്സ് ആഡ് ചെയ്യാം. മുളക് അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഒടിച്ചു നോക്കിയാൽ ഒടിയണം, ആ ഒരു പരുവം വരെ മൂക്കണം മുളക്. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ. കളർ ചേഞ്ച് ആവാതെ ഇതൊക്കെ കിടന്ന് മൂത്ത് വരണം. ഓക്കെ, ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്യാം. ഒരു ഹാൻഡ്ഫുൾ ഓഫ് കറി ലീവ്സ്.
കറി ലീവ്സും നല്ല ക്രിസ്പി ആവണം, അതുവരെ മൂപ്പിച്ചെടുക്കുക. നല്ലൊരു പിടിയിടാം. അപ്പോൾ എപ്പോഴും കറി ലീവ്സ് ഇട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കറി ലീവ്സ് കരിഞ്ഞു പോയല്ലോ, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റ് വരും. എപ്പോഴും കളറ് അത് റീറ്റെയിൻ ചെയ്തുകൊണ്ട് അത് ക്രിസ്പ് ആവണം. ക്രിസ്പായി കഴിയുമ്പോൾ ഉടനെ ഓഫ് ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ നല്ല ക്രിസ്പായി. ഈ സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്യുക. ഇത് ചൂടാറുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം നന്നായിട്ട് ക്രിസ്പായിക്കോളും, മുളകും എല്ലാം നല്ല ക്രിസ്പായിക്കോളും. ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ്, റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂളായി. ഇനി എല്ലാം പൊടിച്ചെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഇനി എടുപ്പ് മാറ്റിയിട്ട് ഉപയോഗിക്കാം. ഞാനത് ഫുള്ളായിട്ടാണ് ഉപയോഗിക്കുക. ഗാർലിക്ക് സ്കിൻ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സ്കിന്നെല്ലാം വിട്ട് വരും, അത് കളഞ്ഞേച്ച് ഗ്രൈൻഡ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. കായം, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഇതെല്ലാം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിനൊപ്പം തന്നെ സോൾട്ട് ചേർക്കാനുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ്, അതും കൂടി കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ചട്നി പൗഡർ റെഡിയായി. നല്ല സ്മൂത്ത് പൗഡറാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു കടി ഉണ്ടാവും, ഉഴുന്നിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബൈറ്റ് ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് വേണ്ടേ. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക്, ഇത് ശരിക്കും ബോട്ടിൽ ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഈ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റുക. ഏകദേശം ഒരു 130 ഗ്രാമോളം കിട്ടും ഈ അളവിൽ കേട്ടോ. ഇത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത്, ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇതെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ മിക്സ് ചെയ്ത് ഇഡ്ലിക്കപ്പവും അല്ലെ ദോശക്കപ്പവും ഒക്കെ സെർവ് ചെയ്യാം. പിന്നെ വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് തിന്നായിട്ട് നെയ്ദോശ പോലെ ഉണ്ടാക്കുക. അതിനകത്തേക്ക് കുറച്ച് ഈ പൊടി സ്പ്രിങ്കിൾ ചെയ്യാം. സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇച്ചിരി നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെ റോസ്റ്റ് പോലെ, ഗീ റോസ്റ്റ് തന്നെ ഇച്ചിരി ചട്നി ഇട്ടിട്ട് ചട്നി ദോശ പോലെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയുക. അപ്പോൾ ഇത് യൂഷ്വലി ഗാർലിക്കും ഒക്കെ ചേർന്നേക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. നോർമലി നമ്മൾ കഴിക്കുന്ന ചട്നി പൗഡറിനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയത്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് കാണാം. ചിൽഡ്രൻ, ബൈ.